നമസ്കാരം സുഹൃത്തുക്കളെ. അവരുടെ 1000 കൈകളുള്ള ആനകൾക്ക് എന്നെ തടയാനാവില്ല. അവരുടെ 900ഓളം ദേവന്മാരിൽ ഒരാൾക്ക് പോലും എന്നെ മോക്ഷത്തിലേക്ക് നയിക്കാൻ സാധിക്കില്ല. ഈ വാക്കുകൾ ഫ്രാങ്ക്ലിൻ ഗ്രഹാമിൻ്റെയാണ്. ആരാണ് ഫ്രാങ്ക്ലിൻ ഗ്രഹാം? അമേരിക്കൻ ഇവാഞ്ചലിസ്റ്റ്, ക്രിസ്ത്യൻ മിഷണറി. അദ്ദേഹത്തിന്റെ അച്ഛൻ സ്ഥാപിച്ച, ബില്ലി ഗ്രഹാം സ്ഥാപിച്ച സംഘടനയുടെ സിഇഒ. നമ്മുടെ വടക്കുകിഴക്കൻ പ്രദേശങ്ങളായിട്ടുള്ള നാഗാലാൻഡ്, ത്രിപുര, മിസോറാം എന്നീ പ്രദേശങ്ങൾ കാര്യമായിട്ട് ഇൻഫ്ലുവൻസ് ഉള്ള സംഘടനയുടെ തലപ്പത്താണ് ഇരിക്കുന്നത് ഫ്രാങ്ക്ലിൻ ഗ്രഹാം. അവിടെ നവംബർ 28 അവിടുത്തെ കുറെ യുവാക്കളും യുവതികളും നാഗാലാൻഡിലെ ഒരു സംഘടന അവിടുന്ന് ആവശ്യപ്പെട്ട പ്രകാരം അദ്ദേഹം അവിടെ പ്രസംഗിക്കാൻ, സുവിശേഷം പ്രസംഗിക്കാൻ വരുന്ന അദ്ദേഹത്തിന്റെ ആവശ്യത്തെ സർക്കാർ നിരാകരിച്ചു. ഇന്ത്യൻ സർക്കാർ അദ്ദേഹത്തിന് വിസ ക്യാൻസൽ ചെയ്തു, അല്ലെങ്കിൽ അനുമതി നിഷേധിച്ചു. ഒരുപാട് ചോദ്യങ്ങൾ ഉയരുകയാണ്. ആരെയാണ് ഈ പേടിക്കുന്നത്? അങ്ങനെ തടഞ്ഞു വെച്ചാലും മറച്ചു വെച്ചാലും മൂടി വെച്ചാലും ഒരു മതം വളരാതിരിക്കുമോ? ഇത് ഡിജിറ്റൽ കാലഘട്ടമല്ല. ഈ കാലഘട്ടം എന്ന് പറയുന്നത് ആർക്കും ഓൺലൈനിൽ എന്തും കാണാം. ഇറാനിൽ പോലും ആളുകൾ സാറ്റലൈറ്റിൽ കൂടെ, ടി വി കൂടെ ആളുകൾ ബൈബിൾ കാണുന്നു, വായിക്കുന്നു. അപ്പൊ അങ്ങനെ ഒരു ഫ്രാങ്ക്ലിൻ ഗ്രഹാമിനെ തടഞ്ഞത് കൊണ്ട് എന്ത് സന്ദേശമാണ് ഇന്ത്യയിലെ ജനങ്ങൾക്കും ലോകത്തിനും BJP സർക്കാർ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്? നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ സർക്കാരിനെ കുറ്റം പറയുക എളുപ്പമാണ്. ഇതിന് പുറകിൽ എന്തായിരിക്കാം? ഇതൊരു ഇവാഞ്ചലിക്കൽ ടെററിസം നടക്കുന്നുണ്ടോ? മണിപ്പൂരുമായി ബന്ധപ്പെട്ട് നമുക്ക് മണിപ്പൂർ അറിയാം. വർഷങ്ങളായി കലുഷിതമാണ്. മാധ്യമങ്ങൾക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നില്ല. അവിടെ ഈ ഇവർ പറയുന്നത് പോലെ, സർക്കാർ പറയുന്നത് പോലെ അവിടെ വിദേശ ഫണ്ട് വരുന്നുണ്ടോ? ഇവാഞ്ചലിക്കൽ ഫണ്ട് വരുന്നുണ്ടോ? ഇന്ത്യക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു ശക്തി പ്രവർത്തിക്കുന്നുണ്ടോ? അവർക്ക് കരം പകരാനാണോ ഒരുപക്ഷെ ഫ്രാങ്ക്ലിൻ ഗ്രഹാമിന്റെ വരവ്? നാഗാലാൻഡ് അടുത്ത ഒരു മണിപ്പൂരായി മാറുമെന്ന് ഇന്റൽ കിട്ടിയോ? കാരണം ഒന്നും കിട്ടാതെ ഒരു പക്ഷേ ഇദ്ദേഹം ചെറിയ പുള്ളിയൊന്നുമല്ല. ഫ്രാങ്ക്ലിൻ ഗ്രഹാം എന്ന് പറയുന്നത് വൈറ്റ് ഹൗസിൽ അപ്പോയിന്റ്മെന്റ് ഇല്ലാതെ എപ്പോൾ വേണമെങ്കിലും കടന്നു ചെല്ലാം. ട്രംപിന്റെ വിശ്വസ്തനായിട്ടുള്ള സുവിശേഷ പ്രസംഗൻ. ട്രംപിന്റെ 2025 സ്ഥാനാരോഹണ ചടങ്ങില് ഇദ്ദേഹമാണ് ബൈബിൾ വായിച്ചുകൊണ്ട് മുന്നേറിയത്, അല്ലെങ്കിൽ ആരംഭിച്ചിരിക്കുന്നത്. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് അദ്ദേഹം വളരെ ക്ലോസ് ആണ്. അദ്ദേഹം ഒരു സുവിശേഷ പ്രസംഗം മാത്രമല്ല, പൊളിറ്റിക്കൽ കമന്റേറ്റർ. ട്രംപുമായി വളരെ അടുപ്പമാണ്. അടുത്ത 3 വർഷം ട്രംപിന്റെ വൈറ്റ് ഹൗസിലെ പോളിസികളിൽ അദ്ദേഹത്തിന് ഒരു കരമുണ്ട്. അദ്ദേഹത്തിന്റെ ആവശ്യപ്രകാരം അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം. അമേരിക്കയിൽ ഒരുപാട് പ്രതിമകൾ ഉരുക്കുമോ ട്രംപ്? കാരണം പ്രതിമകൾ 100, 120, 150 അടിയുള്ള പ്രതിമകൾ പല സംസ്ഥാനങ്ങളുമുണ്ട്. അവരുടെയൊക്കെ സ്ഥിതി എന്തായിരിക്കും? ഇനി ഇന്ത്യ ഒരുപാട് പോളിസികൾ. ആദ്യമേ ഞാൻ പറയട്ടെ, അങ്ങനെ ട്രംപ് കണ്ണുരുട്ടിക്കൊണ്ടൊന്നും ഇന്ത്യ തകർന്നു പോവുക അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. പക്ഷെ എന്ത് മെസ്സേജാണ്, എന്താണ് മോഡി സർക്കാർ ഇതുകൊണ്ട് ആഗ്രഹിക്കുന്നത്? എന്താണ് അവർ പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം? കുറച്ചുകൂടി പുറകോട്ട് പോകേണ്ടി വരും. കാരണം ഇവരെ സംഭാവനകൾ പറഞ്ഞേ പറ്റൂ. ബില്ലി ഗ്രഹാം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ അച്ഛൻ നാഗാലാൻഡ്, ത്രിപുര, മണിപ്പൂർ, ഈ 4-5 സംസ്ഥാനങ്ങൾ ഇന്ത്യയിൽ ക്രൈം റേറ്റ് എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും പുറകിലാണ്. ഇന്ത്യയുടെ തലവേദന എന്താണ്? UP, ബീഹാർ, ഒറീസ. ഈ 4 ഇന്ത്യയുടെ ഏറ്റവും വലിയ തലവേദന പിടിച്ച സംസ്ഥാനങ്ങൾ. അപ്പോൾ നമ്മൾ ആലോചിക്കുക, ക്രിസ്ത്യൻ മിഷണറീസ് 70കളിലും 80കളിലും വടക്കു കിഴക്കൻ പ്രദേശങ്ങളിലേക്ക്, അത് ആരാരും കടന്നു ചെല്ലാത്ത പ്രദേശങ്ങളിൽ പോയി സുവിശേഷം പ്രസംഗിച്ച് ആ ജനങ്ങളെ മുന്നോട്ട് കൊണ്ടുവന്ന്, ഇന്നിപ്പോ എത്ര പേർക്ക് അറിയുമെന്നറിയില്ല, നിങ്ങൾ ഈ പറയുന്ന മണിപ്പൂരിലെ അല്ലെങ്കിൽ മിസോറാമിലെ, നാഗാലാൻഡിലെ വരുന്ന കുട്ടികളുമായി സംസാരിക്കുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോകും. അവരുടെ ഭാഷ കേട്ട് കഴിഞ്ഞാൽ, ഇംഗ്ലീഷ് പരിജ്ഞാനം ശരിക്കും പറഞ്ഞ ഞെട്ടിപ്പോവും. അത്രയധികം ഫോർവേഡാണ് അവര്. നല്ല നല്ല ലാംഗ്വേജുകൾ. എന്താ ഇപ്പൊ വളരെ ഭയങ്കര മുന്നോട്ടാണ് അവരെല്ലാ കാര്യങ്ങളും. കാരണം സർക്കാരിന് സംഭാവന കൊടുക്കുന്നവരാണ് ഈ പറയുന്ന നോർത്ത് ഈസ്റ്റ് ജനങ്ങൾ. അതായത് രാജ്യ പുരോഗതിക്ക്. അതിപ്പം നമ്മൾ ഈ ബില്ലി ഗ്രഹാമിന്റെ ഒരു പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ. അദ്ദേഹം അവിടെ നിന്ന് സ്ഥാപിച്ചു. അദ്ദേഹത്തിന്റെ ഹോസ്പിറ്റൽസ്, സ്കൂളുകൾ, ഇതിന്റെ ഫലമായിട്ടാണ് നോർത്ത് ഈസ്റ്റിലെ ജനങ്ങൾ ഇന്ത്യക്ക് അനുകൂലമായി നിൽക്കുന്നത്. അതും അനുകൂലം മാത്രമല്ല, തലവേദനയല്ല. അവരെവിടെ പോയാലും, ഇപ്പൊ ബീഹാറിലായാലും UP നമ്മൾ കാണുന്നതാണ്, ഇന്ത്യക്ക് തലവേദനയാണ്. 0% കോൺട്രിബ്യൂഷൻ ടുവേർഡ് സൊസൈറ്റി. പക്ഷെ ഇവരങ്ങനെയല്ല. ആത്മാർത്ഥതയുള്ള, പണിയെടുക്കാൻ മിടുക്കന്മാരായിട്ടുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുന്നതിൽ ഒരുപാട് പങ്കുവഹിച്ചവരാണ് ബില്ലി ഗ്രഹാം. അത് മനസ്സിലാക്കണം. അതായത് അദ്ദേഹത്തിന്റെ മകനാണ് ഫ്രാങ്ക്ലിൻ ഗ്രഹാം. അപ്പോൾ 1970കളിൽ ജോൺ ഹോപ്കിൻസ് യൂണിവേഴ്സിറ്റിയിലും ഹാർവർഡ് യൂണിവേഴ്സിറ്റിയിലേക്ക് ഇവിടുന്ന് ഡോക്ടർമാരെ കൊണ്ടുപോയി പഠിപ്പിച്ച്, ടെക്നോളജികൾ പഠിപ്പിച്ച് തിരിച്ചയച്ചവരാണ് ഇവർ അച്ഛനും മകനും. അപ്പൊ നമ്മൾ പറഞ്ഞു വരുമ്പോൾ ഒരുപാട് പുറകിലോട്ട് പോകുമ്പോൾ സംഭാവനകൾ ഒരുപാടുണ്ട്. എന്താണ് ഈ മെസ്സേജ്? ഇന്ത്യ ആരെയാണ് ഭയക്കുന്നുണ്ടോ?
ഇതിന് പുറകിൽ? അതോ ഇത് തെറ്റിപ്പോയി, ഇത് വിദേശ നയം പാളിപ്പോകുന്നുണ്ടോ ഇന്ത്യക്ക്? നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇത് ഇത് ഇന്റർനാഷണൽ സ്റ്റേജിൽ വരുമെന്നുള്ള ഉറപ്പാണ്. കാരണം അദ്ദേഹത്തിന്റെ ഇൻഫ്ലുവൻസും കൊണ്ട് ഇത് UN ഒരുപക്ഷെ ഉന്നയിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേറൊന്നും പറയാൻ സാധിക്കില്ല. ഒരുപക്ഷെ എന്തോ ഒരുപക്ഷെ ഡൊമസ്റ്റിക് പൊളിറ്റിക്സിനെ സന്തോഷപ്പെടുത്താൻ വേണ്ടി, അല്ലെങ്കിൽ ആഭ്യന്തരമായിട്ട് പൊളിറ്റിക്സിൽ ഒരു കൂട്ടം ആളുകളെ സന്തോഷപ്പെടുത്താൻ വേണ്ടി മോഡി സർക്കാർ ഇന്ത്യയുടെ വിദേശ നയത്തെ അപകടത്തിലാക്കുകയാണോ എന്ന് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എനിക്ക് അറിയണം, എല്ലാവരുടെയും അഭിപ്രായം. എൻ്റെ ഒരു അഭിപ്രായം പേഴ്സണൽ എന്ന് പറയുന്നത് ഇതിലെവിടെ തെറ്റുപറ്റിപ്പോയി തോന്നുന്നു. കാരണം അല്ലെങ്കിൽ വ്യക്തമായിട്ടുള്ള കാരണം പറയണം. സാങ്കേതികപരമായ കാരണങ്ങൾ കൊണ്ട് അദ്ദേഹത്തിന് വിസ നിരോധിക്കുകയോ അല്ലെങ്കിൽ വിസ കൊടുക്കാതിരിക്കുകയോ ചെയ്യുന്ന ഒരു തെറ്റായ സന്ദേശമായിരിക്കാം ഒരുപക്ഷെ. അല്ലെങ്കിൽ ഇത് കാരണങ്ങൾ വ്യക്തമാക്കി പറയണം. അദ്ദേഹം വന്നു കഴിഞ്ഞാൽ അവിടെ ഒരുപക്ഷെ ആ പ്രദേശങ്ങളിൽ എന്തെങ്കിലും സംഘർഷ സാധ്യത ഉണ്ട് എന്നുള്ള എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ട് എന്ന് പറയാതെ പെട്ടെന്ന് ഒരു കാരണങ്ങൾ കൊടുക്കാതെ നിരോധിക്കുന്നുകൊണ്ട് ഇന്ത്യ ആരും ഭയക്കുന്നുണ്ടോ? നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അവരുടെ സംഭാവനകൾ നമ്മൾ മറക്കുന്നുണ്ടോ? കാരണം പക്ഷെ അതോടൊപ്പം തന്നെ ഒരു കാര്യം മനസ്സിലാക്കണം. അതായത് നമ്മൾ ഈ ക്രിസ്ത്യൻ ഇവാഞ്ചലിക്കൽ മിഷണറീസിന് എൻ്റെ ഒരു അവരുടെ പേഴ്സണൽ അഭിപ്രായം എന്ന് പറയും, നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് നോർത്ത് ഈസ്റ്റ് അല്ല. നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് സുഡാനിലും നൈജീരിയയിലും മുസ്ലിം ബ്രദർഹുഡിന്റെ കരങ്ങളിൽപ്പെട്ട് അവിടെ നമ്മുടെ കിരാതമായി മരിക്കും നമ്മുടെ സഹോദരന്മാരെ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. നമ്മുടെ ഇവിടുത്തെ പെന്തക്കോസ്തയിലും കത്തോലിക്ക ആരോട് ഞാൻ പറയുന്ന ഒരു കാര്യം, നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് ജാർഖണ്ഡിലോ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് ഇവിടെയല്ല. നിങ്ങൾ പോകണം ആ പ്രദേശം, അവിടെ പോയി വേണം ക്രിസ്തുവിന് വേല ചെയ്യാനായിട്ട്. നമ്മുടെ സഹോദരന്മാർ കഷ്ടപ്പെടുകയാണ്. ഇന്ത്യയിൽ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ആർക്കുമില്ല. നിങ്ങൾക്ക് ഞായറാഴ്ചകളിൽ പള്ളിയിൽ പോകാം, നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം, നിങ്ങൾക്ക് ആരാധന കൂടാം. പക്ഷെ ഹിന്ദുവിന്റെ വീട്ടിലേക്ക് ബൈബിളുമായി ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ല ഇടി കിട്ടിന്നിരിക്കും. അതിൽ കരഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അപ്പൊ അത് അതിന്റെ ഭാഗമാണ്. അപ്പൊ അത് വേറെ വിഷയം. ഇവിടെ വിഷയം എന്ന് പറയുന്നത് ഈ ഗ്രഹാമിന്റെ ഏറ്റവും പ്രവർത്തനങ്ങൾ വേണ്ടിയിരിക്കുന്നത് അവിടെയാണ്. ഇവിടെ ഇരട്ടത്താപ്പുണ്ടോ? ഇവാഞ്ചലിസ്റ്റ് രീതിയിൽ ഇവർക്കൊരു ഇരട്ടത്താപ്പുണ്ടോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ശരിയല്ല, ഇവരൊന്നും അവിടെ പോകുന്നില്ല, അവിടുത്തെ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി കരയുന്നില്ല. നൈജീരിയയിലെ സഹോദരന്മാരെ കറുത്തവരായതുകൊണ്ടാണ് ഇവരെ മാറ്റി നിർത്തപ്പെടുന്നത്. ഉത്തരം താ എനിക്ക്. അവർ കറുത്തവനായതുകൊണ്ട് അവന്റെ വിശ്വാസം കൊള്ളില്ല, അല്ലെങ്കിൽ ഇന്ത്യ മാത്രം മതി, ഹിന്ദുക്കൾ അല്ലെങ്കിൽ ഹിന്ദു രാജ്യം നമ്മൾ ക്രിസ്ത്യൻ രാജ്യമാക്കണം, അതാണ് ലക്ഷ്യം. പക്ഷെ മുസ്ലിം ദേശങ്ങളിലേക്ക് നമ്മൾ പോകണ്ട, അവരോട് അടിച്ചമർത്തപ്പെട്ടോട്ടെ, ഇതാണോ ചിന്താഗതി? ഈ ഫ്രാങ്ക്ലിൻ ഗ്രഹാമിന് വേണ്ടി കരയുന്ന, ഇന്ത്യയിലെ കരയുന്ന ഒരുപാട് ഇവാഞ്ചലിസ്റ്റുകൾക്ക് വേണ്ടി ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾ എന്തുകൊണ്ട് അവിടുത്തെ സഹോദരന്മാർക്ക് വേണ്ടി കരയുന്നില്ല? എന്തുകൊണ്ട് ഫ്രാങ്ക്ലിൻ അവിടെ വളരെ വൈറ്റ് ഹൗസുമായി ബന്ധപ്പെട്ട് വളരെ പവർഫുൾ ആയ വ്യക്തിയാണ്, അദ്ദേഹത്തിന് എന്തുകൊണ്ട് ആവശ്യപ്പെട്ടുകൂടെ ട്രംപിലൂടെ നൈജീരിയയിലെ സുഡാനിലെ ക്രിസ്ത്യാനികളെ രക്ഷിക്കൂ? എന്തുകൊണ്ട് ചെയ്യുന്നില്ല? അല്ലെങ്കിൽ ഇറാനിലും ചൈനയിലും പ്രോസിക്യൂഷൻ അനുഭവിക്കുന്ന അവരെ രക്ഷിക്കൂ. എന്തുകൊണ്ടാണ് ഈ പറയുന്ന ഇവിടെ വന്ന് മാത്രം നിങ്ങൾ വരുന്നത്? ശരിയല്ല, ഇന്ത്യയിൽ ക്രിസ്ത്യാനികൾക്ക് വലിയ കുഴപ്പമുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. തരക്കേടില്ലാണ്ട കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. ഇത് ഇരട്ടത്താപ്പാണോ? ഈ പ്രശ്നങ്ങൾ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാനുള്ള ശ്രമമാണോ ഇത്? അതോ ഇത് ഇന്ത്യ ആരോ പേടിക്കുന്നുണ്ടോ?